നിങ്ങൾ ഈ കരച്ചിലൊന്ന് നിർത്തുമ്മ. നിങ്ങൾ ഇതിങ്ങനെ കരഞ്ഞു കരഞ്ഞിട്ടേ അജിക്കാന്റെ അസുഖമൊക്കെ മാറി എണീറ്റ് വരുമ്പോത്തിന് നിങ്ങൾ കെടുപ്പിലാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടട്ടാ. ഞാൻ എങ്ങനെ സമാധാനായിട്ട് ഇരിക്കാനാണ് ഈ പറയണത്? എന്റെ കുട്ടിന്റെ ഈ കിടപ്പ് കാണുമ്പോൾ എന്റെ നെഞ്ഞ് പൊട്ടി പോവുകയാണ്. എനിക്കൊന്നുമില്ലമ്മ, പടച്ചോന്റെ കാവലുണ്ട്. എനിക്കല്ലേ പറ്റിയുള്ളൂ. ഉമ്മ സമാധാനിക്ക്. ഇന്നാലും അജിക്ക എന്തിനാണ് ഇന്നലെ ആരോടും പറയാതെ മലപ്പുറത്തേക്ക് പോയത്? ഞാനും ഇന്നലെ അജിക്കാനെ കാണാഞ്ഞിട്ട് എന്തോരം ടെൻഷനായി എന്നറിയോ? അത് പിന്നെ ഇമ്മാന്റെ കുട്ടിയെ എവിടേക്ക് പോവുകയാണെങ്കിൽ ഇമ്മാനോട് പറയാതെ പോവലില്ലല്ലോ. ഇന്നലെ ഇപ്പൊ എന്താ എനിക്ക് പറ്റിയത്? ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്. ആ, ഇന്നിപ്പോ കൊടുന്നേരം. അജിക്ക് ഞങ്ങളിന്ന് എന്തൊക്കെ വിളിക്കണ്ടല്ലോ. അജിക്ക, ഇമ്മ പോയില്ല. ഇഞ്ഞെങ്കിലും അജിക്കൊന്ന് സത്യം പറയും. അജിക്ക എന്തോ ഞങ്ങളിന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് അജിക്ക? അമ്ന, നീ ഒന്നും മിണ്ടാതിരിക്കേ. എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് കിടക്കണം. നീ തൽക്കാലത്തേക്ക് ഒന്ന് പുറത്തേക്ക് പോ. എന്താ മക്കളെ, എന്താ ഇവിടെ? ഇത് കണ്ടമ്മ, ഞാൻ അജിക്കാനോടെ ഇന്നലെ എന്താ ഉണ്ടായതെന്നേ ചോദിച്ചതിനാണ് അജിക്ക് എന്നോട് ചീത്ത പറയണത്. അജിക്കെ, നമ്മളിന്ന് എന്തോ ഒളിക്കുണ്ട് ഉമ്മ. ഇമ്മനെ ചോദിച്ചു നോക്കി അതെന്താന്നുള്ളത്. എന്താണ് മോനെ ഓളീ പറയണത്? ഉമ്മ, നിങ്ങളും കൂടി ഓളെ കൂടെ തുടങ്ങല്ലേ. എനിക്കിപ്പം വേണ്ട കുറച്ച് മനസ്സമാധാന. ഞാൻ കുറച്ചൊന്ന് ഒറ്റയ്ക്ക് കിടക്കട്ടെ. വേണ്ട അമ്മ, എന്റെ കുട്ടി തൽക്കാലം ഒന്ന് കിടന്നോട്ടെ. ഈ ചോനെ ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങോട്ട് പോണ പുറത്തേക്ക്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും വല്ല കാര്യം ഉണ്ടാവും ഉറപ്പ്. അജിക്ക് നീ പ്രിയന്റെ വീട്ടിലേക്ക് എങ്ങനെ പോയതാണ്? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്തോനാരും പറഞ്ഞ് പറ്റിച്ചതാണ്. ഇത് വേറെ എന്തോ പ്രോബ്ലം. പാവാണ്, ഒരുത്തം കണ്ടിട്ട് സഹിക്കണില്ല. എന്തോ ദേ നോക്കാഞ്ചലി തേപ്പുകാരി വരുന്നുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, അവൾക്കുള്ളതിന്ന് വയറ് നിറയെ നമുക്ക് കൊടുക്കാം. എന്താ ചൂടല്ലേ. നീ രണ്ടാളും നേരത്തെത്തിയോ? അമ്മന്തേ? എന്തിനാണാവോ? അടുത്ത പണി കൊടുക്കാനാണോ? അടുത്ത പണി കൊടുക്കാനോ? മനസ്സിലായില്ല. ഓ, ഇന്ന് 2-3 ദിവസം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടും ക്ലാസ്സിന് കാണാഞ്ഞിട്ടൊക്കെ എന്റെ അമ്മക്കുട്ടി നല്ല ടെൻഷൻ ആയിട്ടുണ്ടാവും അല്ലേ? സാരമില്ല, ഓളെ പരാതിക്ക് ഞാൻ ഇന്നത്തോടെ തീർത്തെടുത്തോളാം. എവിടെയുള്ളേ? മതി നിന്റെ ഈ നാടകം. അഞ്ജു, നീ വല്ലാതെന്ന അഭിനയിക്കല്ലേ. ആ പാവങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? തേപ്പുകാരി.
ഒരു പാവത്തിനെ പറഞ്ഞ് പറ്റിച്ച് കിടപ്പിലാക്കിയതും പോരാ, എന്നിട്ട് അവള് നിൽക്കുന്നത് കണ്ടില്ല ഒന്ന്, ഒരു നാണമില്ലാതെ. നീ വാങ്ങിച്ചു, ഇവളോടൊന്ന് സംസാരിച്ചു നിന്ന് നമ്മുടെ വില കളയണ്ട. നീ വരാൻ നോക്ക്. എന്തു ഇത്രയൊക്കെ പറഞ്ഞ് നീ ആ പാവങ്ങളെ പറ്റിച്ചിട്ട് എങ്ങനെയാടി നിനക്ക് ഈ കോളേജിൽ തിരിച്ചു വരാൻ തോന്നിയത്? കഷ്ടം. അഞ്ജു, അഞ്ചു ആണല്ലോ. അജിക്കാക്ക് എന്താ പറ്റിയെന്നുള്ളതേ ചിലപ്പോ അഞ്ജുവിനെ അറിയിക്കാറ്. ഹലോ ഹലോ അമ്ന, എന്താ അജുവിന്റെ പാട്? നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീടെത്തിയോ? ആ അഞ്ജു, ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട്. റോഷൻ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അജുവിനിപ്പോ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹെൽമറ്റ് വെച്ചോണ്ട് മാത്രമേ ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലാർമേല് എന്റെ അജിക്ക. നീ ടെൻഷൻ അടിക്കല്ലേ. എല്ലാത്തിനും കാരണം ഓളൊറ്റ ഒരുത്തിയ. അജുനെ പോലെ ഒരു പാവത്തിന് പറഞ്ഞു പറ്റിച്ചതിന് ഈശ്വരൻ ചോദിക്കും. നീ നോക്കിക്കോ. ഈ എന്തൊക്കെയാണ് അഞ്ജലി ഈ പറഞ്ഞത്? ഇത് ആരുടെ കാര്യമാണ് ഈ പറഞ്ഞത്? ഒന്നും അറിയാത്തോണ്ട് തന്നെയാണ് അഞ്ജു ഞാൻ ചോദിക്കണത്. സത്യത്തിലേ എന്റെ അജിക്കാക്കൊക്കെ എന്താ പറ്റിയത്? അജിക്ക് എന്നുണ്ടെങ്കില് ഒന്നും പറയണമില്ല. അവനൊന്നും പറയൂല അമ്മ. ആ പാവം അത്രയ്ക്കും തകർന്നിരിപ്പുണ്ടാവും. അത്രയ്ക്കും വലിയ ചതിയല്ലേ അജുവിനോട് അവള് കാണിച്ചത്. ഇജ് പ്രിയയുടെ കാര്യമാണ് അഞ്ജു ഈ പറയണത്. ഓള അജുക്കാട് എന്ത് ചെയ്തെന്ന് അഞ്ജു ഈ പറയണത്? ഇനി എന്ത് ചെയ്യാനാ? ഓളെ കല്യാണമാ അടുത്ത മാസം 28-ന്. എന്ത്? നിങ്ങൾ എന്തൊക്കെയാണ് അഞ്ജു ഈ പറയണത്? നിങ്ങളൊക്കെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. എന്റെ അജുക്കാനെ ഒരിക്കലും എന്റെ റിയെ ചതിക്കൂല, അതെനിക്ക് ഉറപ്പാണ്. അവൾ എന്നോട് വാക്ക് തന്നതാണ്. നിങ്ങളൊക്കെ ആരും പറഞ്ഞു പറ്റിച്ചതാണ്. ഇതൊക്കെ നിന്റെ തോന്നല അമ്മ. ഈ കാര്യം ഞങ്ങളൊക്കെ അജുവിനോട് പറഞ്ഞപ്പോ അവനും ഇങ്ങനെയൊക്കെ തന്നെയാ സംസാരിച്ചത്. അവസാനം ഓളെ നാട്ടിൽ പോയി സത്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിഞ്ഞു വരുന്ന വരവിൽ അവന് ആക്സിഡന്റ് ആയത്. അഞ്ജു, സത്യാണോ നീ പറയുന്നത്? അതെ അമ്മ. നിനക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ അജുവിനോട് ചോദിച്ചു നോക്ക്. എന്തായിരുന്നാലും കോളേജിൽ വന്ന ഓൾക്ക് ഞങ്ങളെല്ലാം കണക്കിന് കൊടുത്തിട്ടുണ്ട്. അജുക്കാനോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുള്ള കാര്യം. അജിക്ക, എന്താ അമ്ന, ഇങ്ങോട്ട് വായോ. അജിക്കാണേ, ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യം പറയോ? ഞാൻ ഇന്നേ വരെ നിന്നോടും ഉമ്മാനോടും കള്ളം പറഞ്ഞിട്ടുണ്ടോ അമ്ന? എന്താ നിനക്ക് അറിയേണ്ടത്? ചോദിക്കേ. ഇക്കറിയേണ്ടത് അജുക്ക, റിയന്റെ കാര്യാണ്. ഞാനൊരു കാര്യം അറിഞ്ഞ് അതൊക്കെ സത്യാണല്ലേ എന്നുള്ളതേ അജിക്കാന്റെ വായിൽ തന്നെ കേൾക്കണം. എന്നാ മാത്രം ഞാൻ വിശ്വസിക്കുള്ളൂ. അല്ലാതെ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കൂല. കേട്ടതൊക്കെ സത്യാണ് മോളെ. അടുത്ത മാസം 28-ന് അവളെ കല്യാണം. അവരൊക്കെ പറഞ്ഞത് എനിക്ക് വിശ്വാസമായിട്ട് ഞാൻ അവളെ നാട്ടിൽ നേരിട്ട് പോയി അന്വേഷിച്ച് പെണ്ണ് കാണലും ദിവസം കാണലും ഒക്കെ കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞത് സത്യ.
ചിലരങ്ങനെയാ മോളെ, നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചാലും അതൊക്കെ ഒരു തമാശയായിരിക്കും. ഒക്കെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് അന്നേ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഓളെ ഒരുപാട് വിശ്വസിച്ച് ഒരുപാട് സ്നേഹിച്ച്. അജുക്ക റിയ ഓരെന്നാലും എന്റെ അജുക്കാട് ഹേയ്, അജുക്കാന്റെ മോള് കരയല്ലേ? അജുക്കാക്ക് സങ്കടമൊന്നുമില്ല. അല്ലെങ്കിൽ ഓക്ക് ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് യോഗ്യത മോളെ അജുക്കാക്കുള്ളത്? എന്ത് യോഗ്യത എന്റെ അജുക്കാക്കില്ലാത്തത്? എന്റെ അജുക്കാനെ ചതിച്ച് ഓളാണല്ലോ ഞാൻ ഇത്രയും കാലം എന്റെ ബെസ്റ്റ് ഫ്രണ്ടാകാണ്ട് കൊണ്ടുവന്നത്. അത് വിട്ടേക്ക് മോളെ, ഇക്കാക്കാന്റെ കുട്ടി അതോർത്ത് സങ്കടപ്പെടണ്ട. ഇങ്ങനെ സങ്കടം ഒതുക്കിയിട്ട് ഇന്ന് സമാധാനിപ്പിക്കാനേ എങ്ങനെ പറ്റണമില്ല അജിക്കാക്ക്. അജിക്കാന്റെ അശ്രദ്ധ മൂലമാണ് ആക്സിഡന്റ് പറ്റിയത് എന്നാണ് അത് കണ്ടുവന്നവരൊക്കെ സാറോട് പറഞ്ഞത്. എന്റെ അജിക്കാന്റെ മനസ്സിന്റെ താളം തെറ്റിക്കുവരെ ഓരോ നമ്മളൊക്കെ പറഞ്ഞ് പറ്റിച്ചല്ല അജിക്ക. ചിലരങ്ങനെയാ മോളെ, നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചാലും അതൊക്കെ ഒരു തമാശയായിരിക്കും. ഒക്കെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് അന്നേ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഓളെ ഒരുപാട് വിശ്വസിച്ച് ഒരുപാട് സ്നേഹിച്ച്. എന്റെ അജയ്ക്ക് സങ്കടപ്പെടല്ലേ. ഓങ്ങി എത്ര വലിയ കൊമ്പത്തുള്ള ആളെ കെട്ടിയുണ്ടെങ്കിൽ എന്റെ അജക്കാനെ പോലത്തെ മനസ്സുള്ള ഒരാള് ഓൾക്ക് ജന്മത്ത് കിട്ടൂല. അവൾക്ക് അജക്കാന്റെ വില മനസ്സിലാവാൻ കിടക്കണുള്ളൂ. ഓളെന്റെ അജക്കാനെ ചസ്യനെ ഓൾ അനുഭവിക്കാൻ കിടക്കണുള്ളൂ. എനിക്കിപ്പോ എന്നോടൊന്ന് അറപ്പ് തോന്നാണ് അജക്ക. ഞാളെ എന്തുമാത്രം സ്നേഹിച്ചെന്നറിയാം, വിശ്വസിച്ചെന്നറിയാം. എന്നാലും ഹേയ്, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മോളൊക്കെ ഇഷ്ടപ്പെട്ട ലൈഫ് തെരഞ്ഞെടുത്തോട്ടെ. എവിടെയായാലും സന്തോഷത്തോടെ ഇരുന്നാ മതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാനലിൽ എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം കാണിക്കാനുണ്ട്. കാരണം നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരു ചാനലാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കറക്റ്റ് ഡേറ്റിന് നമുക്ക് എന്ത് തിരക്കാണെങ്കിലും അത് ആ കറക്റ്റ് ഡേറ്റിന് തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിലത്തെ ഒന്നാണ് നമ്മളുടെ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൊളാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാരണം ഇതാ ഈ മാമാ എർത്തിൻ്റെ ഒനിയൻ എയർഫോൾ ഷാമ്പൂ ആണ്. അതുപോലെ ഈ ഒരു ലാക്മിയുടെ ഈ ഒരു കൺമഷിയും, അതുപോലെ തന്നെ ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം. എല്ലാവർക്കും അറിയാലോ, ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം എൻ്റെ മുഖത്തിൽ നല്ല പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം ആണ് എൻ്റെ എന്താ പറയുക, എത്രത്തോളം തോന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നുള്ളത് നമ്മളെ വീഡിയോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ എൻ്റെ 10ാമത്തെ ദിവസം വരെ ചിക്കൻ ബോക്സിൻ്റെ 10 ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവർക്കും ഒരേ ഫേസിൽ നല്ല രീതിയിൽ 2 കണ്ണൊഴികളുള്ള ബാക്കി എല്ലായിടത്തും ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക പിമ്പിൾസും അതുപോലെ തന്നെ ഇതുപോലെ മാർക്കില്ലേ, ഇതുപോലത്തെ നിറച്ച് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന രാത്രിയിൽ നമ്മൾ കിടക്കുന്ന നേരത്തെ ഇതാ ഈ ഒരു സിറ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഈ ഒരു ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 2 ബെസ്റ്റ് സൺസ്ക്രീനും കൂടിയാണ് കേട്ടോ. ഇതിന് എല്ലാത്തിനും ഈ 5 പ്രൊഡക്റ്റിനും നല്ല ഓഫർ റേറ്റിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ 2 ദിവസമായിട്ടും ഇന്നായിട്ടും ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഹാപ്പിയുടെ മെയിൻ കാരണം എന്താണെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ
സെക്കൻഡ് ചാനലിൽ ഞാൻ നാളെ 2 മണിക്ക് അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് മറക്കാണ്ട് കാണണം. എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മളെ ജയ്ബൂസ് ആൻഡ് കിഡ്ഡീസ് എന്നുള്ള സെക്കൻഡ് ചാനലിൽ ഞാൻ ആ വിശേഷം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു വിശേഷം എന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് നേരമില്ലാത്ത നേരത്തെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ റിയയുടെ എപ്പിസോഡ് മറ്റന്നാളും നമ്മളെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷത്തിൻ്റെ കാര്യം നാളെ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ അതുവരേക്കും എല്ലാവർക്കും